നമുക്ക് അലീനയുടെയും മരിച്ചങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ അലീന പൗലോസിനോട് പറഞ്ഞു, ദേ പൗലോസ് ചേട്ടാ, ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ദൂർത്തും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതെ കുഞ്ഞെ, ഞാൻ ആദ്യമായിട്ടല്ല ഈ പണിയൊക്കെ തുടങ്ങിയത്. ആയിക്കോട്ടെ, ഇങ്ങനെ തുടർന്ന് പോവാനാ ഭാവമെങ്കിൽ നമ്മളിൽ ഒരാളെ ഈ കുടുംബത്തിൽ കാണത്തുള്ളൂ. അത് ഞാൻ തീർത്ത് പറയാം. അപ്പോഴേക്കും അത് കുടിച്ചാൽ വന്നു. എന്താ കുഞ്ഞെ, എന്താ അടുക്കളയിലൊരു കശപിശാന്ന് ചോദിച്ചു. ദേ വല്യപ്പച്ച, ഞാൻ പറഞ്ഞില്ലേ ഈ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ വലിയ ദൂരത്താ അവിടെ നടക്കണേ, അതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ആ മോൾ ഇങ്ങോട്ട് വന്നേ, എനിക്ക് മോളോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അത് പിന്നെ വല്യപ്പച്ച, എടാ പൗലോസേ, മോള് പറഞ്ഞു കേട്ടല്ലോ, നോക്കിയും കണ്ടു അതൊക്കെ ചെയ്യണം, പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിച്ചു. പൗലോസ് ഒന്നും മിണ്ടിയില്ല. ഇങ്ങോട്ടേക്ക് വാ. എന്താ വല്യപ്പച്ച? വരാൻ പറഞ്ഞ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. പൗലോസിന് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അലീനയുടെ വാക്കുകളൊക്കെ. പൗലോസ് വിനോദിനെ നോക്കി അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീന ചോദിച്ചു, എന്താ വല്യപ്പച്ചന് പറയാനുള്ളേ? എൻ്റെ കുഞ്ഞെ, നമ്മൾ അടുക്കള പോയി എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ വെറുതെ? അല്ല, അവർ വെറും ജോലിക്കാർ മാത്രമല്ലേ, നമ്മളാരാ? നമ്മുടെ വില കളയേണ്ട കാര്യമുണ്ടോ? എന്ത് അപ്പച്ച വല്യപ്പച്ച, ദൂർത്താ നടക്കണേന്ന് പറഞ്ഞു. ദൂർത്ത് അതെന്തേലും ആയിക്കോട്ടെ. അതെ, ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇതിന് മുകളിലേക്ക് എങ്ങനെയായിരിക്കും? ഫാക്ടറിയുടെ കാര്യങ്ങളൊക്കെയാണോ ഉദ്ദേശിച്ചത്? അതെ, ഇതിൻ്റെ അപ്പുറമായിരിക്കില്ലേ അവിടെ? അത് കുറിച്ച് ഞാൻ പറഞ്ഞു, കുഞ്ഞെ നീ ഇപ്പം അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. വേലി ഇരിക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ച പോലെ ആയിരിക്കും. ഓഹോ, അപ്പം ഞാനാണോ പാമ്പ്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളും. അതൊക്കെ വലിയ കുരിശാവും. ഈ പാമ്പെന്ന് പറഞ്ഞ പ്രശ്നങ്ങളെ ഞാൻ ഉദ്ദേശിച്ചേ. വേണ്ടാത്ത പ്രശ്നങ്ങളൊക്കെ എന്തിനാ നമ്മൾ നമ്മുടെ തലയിൽ കയറ്റി വെക്കുന്നേ? നമുക്ക് നമ്മുടേതായ സ്റ്റാൻഡ് വേണം. വെറുതെ ഈ പണിക്കാരോടൊപ്പം നിന്ന് താഴെത്തട്ടിലേക്ക് ഇറങ്ങിപ്പോണ്ട കാര്യമുണ്ടോ? അത് വല്യപ്പച്ച, എനിക്ക് എന്താണല്ലോ അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. എൻ്റെ സ്വഭാവം അങ്ങനെയാ, അറിയാലോ. ഇവിടെ ഇപ്പം ശരിക്കും എന്താ പൗലോസേട്ടൻ കാണിക്കുന്ന ആവശ്യമുള്ള കാര്യമാണോ? കുഴപ്പമില്ല. ഇങ്ങനെ സാധനങ്ങളൊക്കെ വേസ്റ്റ് ആക്കുന്നേ, വെറും ദൂർത്തടിച്ച് ഒന്നുമല്ലേലും പപ്പയുടെ പൈസയല്ലേ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കണേ. ആവശ്യത്തിന് കളയുവാണോ കുഴപ്പമില്ല. പക്ഷേ ഇത് അനാവശ്യത്തിന് ഇങ്ങനെ ദൂർത്തടിച്ച് കളയുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് സാഹചര്യത്തിലും ഞാനത് വിളിച്ചു പറയും. എനിക്കതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അലീന തൻ്റെ സ്റ്റാൻഡ് വ്യക്തമാക്കി കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം ആൻ്റപ്പനും വിനോദും അതുപോലെ പൗലോസും കൂടെ അടുക്കള സംസാരിക്കണം. പൗലോസ് പറഞ്ഞു, ഇന്നലെ വന്നൊരു പീറ പെണ്ണെന്നെ ഭരിക്കാൻ വന്നിരിക്കുന്നു. ഇതെൻ്റെ അടുക്കള, ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. പഴയതുപോലെ തന്നെ കാര്യങ്ങളും മുന്നോട്ട് പോകും. അപ്പോഴേക്കും ആൻ്റപ്പൻ പറഞ്ഞു, പൗലോസേ, നീ എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. ആ പെങ്കൊച്ച് ആരാന്നറിയത്തില്ലാതെ കേണൽ സാബിൻ്റെ മോളല്ലേ? പിന്നെ കേണൽ സാബിൻ്റെ മോള് നേരാവണ്ണമുള്ള മക്കളേക്ക് എനിക്കറിയാം. ഇതെവിടുന്നോ വലിഞ്ഞു കയറുമെന്ന് ഏത് വകുപ്പാന്ന് ആര് കണ്ടു? വിനോദ് പറഞ്ഞു, അത് ശരിയാ. പൗലോസേട്ടൻ വിട്ടുകൊടുക്കണ്ട. പൗലോസേട്ടൻ്റെ സ്റ്റാൻഡിൽ തന്നെ നിന്നാൽ മതി. അതേടാ, ഞാൻ അങ്ങനെ തന്നെ തീരുമാനിച്ചിരിക്കുന്നേ. ഇത്രയും നാൾ ഞാൻ ഇവിടെ എന്താ ചെയ്തെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യും. ആൻ്റപ്പം പറഞ്ഞു, അത് ശരിയാവും തോന്നില്ല. ആ പെങ്കുച്ചിൻ്റെ നിലപാട് ആ പെങ്കുച്ച് വ്യക്തമാക്കി കഴിഞ്ഞല്ലോ. തന്ത്രപരമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും നല്ലത്. ഇച്ചിരി വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ വെറുതെ വാശി പിടിക്കാൻ നിൽക്കണ്ട. അത് പ്രശ്നമാവും. പിന്നെ എന്ത് പ്രശ്നം? ആൻ്റപ്പച്ചേട്ടൻ്റെ പേടി കാണും, പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല. അതെ, ആ പെങ്കൊച്ച് കേണൽ സാബിൻ്റെ മോളാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു മോള് വന്നിരിക്കുന്നു. എവിടുത്തെ മോള്? അങ്ങനെയൊന്നും എനിക്ക് പേടിയൊന്നുമില്ല. ഈ പൗലോസ് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലേ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കത്തുള്ളൂ. എനിക്കാരെയും പേടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞല്ലോ. ഇവിടെ എൻ്റെ തീരുമാനങ്ങൾ അടുക്കളയിൽ നടക്കുള്ളൂ. ഇതെൻ്റെ അടുക്കളയാ, അതിന് മാറ്റമില്ല. വിനോദ് പറഞ്ഞു, അങ്ങനെ തന്നെ വേണം പൗലോസ് ചേട്ടാ. എടാ വിനോദേ, നീ വെറുതെ പൗലോസിനെ ചൂട് പിടിപ്പിക്കാൻ നിൽക്കരുത്. ചൂട് പിടിപ്പിച്ചാണോ ഈ പെണ്ണ് നമുക്കെല്ലാം പാരയാവും തോന്നേ? ആനിപ്പം പറഞ്ഞ അതെനിക്കും തോന്നുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എടുത്തു ചാടി നമുക്കൊരു തീരുമാനം ഒന്നും എടുക്കാൻ പറ്റില്ല. പൗലോസ് പറഞ്ഞു, എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അതും പറഞ്ഞ് പൗലോസ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ആൻ്റപ്പം വിനോദിനോട് പറഞ്ഞു, ഇത് മിക്കവാറും പണിയാവുമെന്ന് എനിക്ക് തോന്നുന്നേ. ആ പെങ്കുച്ച് വെറുതെ ഒരു കാര്യം പറയില്ല എന്ന് എനിക്ക് തോന്നേ. വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നമ്മൾ നിൽക്കുന്നേ? നീ ഓരോന്നൊക്കെ പറഞ്ഞ് പൗലോസിനെ ഇളക്കി വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. വിനോദ് പറഞ്ഞു, പിന്നെ ഇളക്കി വിട്ടൊന്നുമല്ല, ഞാനുള്ള കാര്യം പറഞ്ഞ ആൻ്റപ്പൻ ചേട്ടാ. എന്താണെങ്കിലും പൗലോസ് ഒരു തീരുമാനം എടുക്കും എന്ന് വിനോദ് ഉറപ്പിച്ചു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പൗലോസ് നേരെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്താ പൗലോസ്, എന്തോ പറയാനുണ്ടെന്ന് തോന്നല്ലോ? എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. എന്ത് സങ്കടം? അല്ല, ഇവിടെ പൗലോസിന് ജോലി ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പൗലോസിന് വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇത്രയും നാളൊന്നും ഉണ്ടായിരുന്നില്ല. അതെ, കേണൽ സാബിൻ്റെ മകള് വരുന്നോടം വരെ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, എൻ്റെ കൈ കെട്ടിയിരിക്കുക. കൈ കെട്ടിയിരിക്കുമെന്ന്? അതെ, ഇവിടെയാണ് ഒരു ജോലിയും ചെയ്യാൻ എന്നെ സമ്മതിക്കുന്നില്ല.
കേണസാബേ, അത്യാവശ്യം പുഴു വരിച്ചതും അങ്ങനെയുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കത്തില്ല. അത് വേസ്റ്റ് പാത്രത്തിലിടും. അതൊന്നും ആ കുഞ്ഞിന് ഇഷ്ടപ്പെടുന്നില്ലെന്ന്. അതേന്നേ, ചീഞ്ഞ തക്കാളിയും പിന്നെ അതുപോലെ പൊട്ടിയ കുറേ വെണ്ടയ്ക്കായും അതുപോലെ കുറേ സാധനങ്ങളുണ്ട്. 1-2 ചീഞ്ഞ സവോളയൊക്കെ എടുത്ത് ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു. അതൊക്കെ വന്ന് കണ്ടിട്ട് പറയാ ഇതൊന്നും കളയാൻ പാടില്ലെന്ന്. മീനിൻ്റെ തലയും വാലും ഒന്നും കളയാൻ പാടില്ലെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ അതും അങ്ങനെ കുക്ക് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇത്ര പിശുക്കത്തരം കാണിക്കേണ്ട കാര്യമുണ്ടോ? അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല, ഇവിടെ വേസ്റ്റ് വരുന്ന ഫുഡും കാര്യങ്ങളൊക്കെ അത് ഇവിടുത്തെ ജോലിക്കാർ തന്നെ കഴിക്കണമെന്ന്. അതേന്നേ, നിങ്ങൾ കഴിച്ച് തീർക്കണമെന്ന്. പിന്നെ കേണസാബ് കഴിക്കുന്നതിൻ്റെ എല്ലും മുള്ളും അതുപോലെ തന്നെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ വേസ്റ്റ് പാത്രത്തിലിടും. അത് ആ മുറ്റം തൂത്ത് വരാൻ വരുന്നേ ആ സ്ത്രീ എടുത്തോണ്ട് പോകും. അത് അവരോട് എടുത്തോണ്ട് പോവരുതെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും സാറേ? ഇത്ര പിശുക്കത്തരം കാണിച്ചിക്കേണ്ട കാര്യമുണ്ടോ? കേണസാബിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പച്ചക്കറികളും കാര്യങ്ങളൊക്കെ പാചകം ചെയ്തുകൊണ്ടിരുന്നേ. അത് മതി പോലീസേ, ഇനി അങ്ങനെ തന്നെ തുടർന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ആ കുഞ്ഞ് സമ്മതിക്കുന്നല്ലോ. അവളുമായിട്ട് ഞാൻ സംസാരിച്ചോളാം. എന്തൊക്കെയാണ് സാബേ, ഇത്രയും പിശുക്കത്തരം കാണിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ എവിടെയെങ്കിലും പോയി നിന്നാൽ പോരേന്ന് ചോദിച്ചു. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി സ്റ്റാൻലിക്ക്. സ്റ്റാൻലി പറഞ്ഞു, ഞാൻ അവളോടൊന്ന് സംസാരിച്ചിട്ട് പറയാം. നീ നിന്റെ പണി ഇതുപോലെ തന്നെ തുടർന്ന് മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. പൗലോസിന് ഭയങ്കര സന്തോഷമായി. ഉള്ളതും ഇല്ലാത്തതെല്ലാം പറഞ്ഞ് അങ്ങോട്ട് പിടിപ്പിച്ചു കൊടുത്തു. കാരണം അയാൾക്ക് എങ്ങനെയല്ലോ ഒന്ന് ഒരു പിടിച്ചു നിൽപ്പ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അലീനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റാൻലി അലീനയുടെ മുറിയിലേക്ക് വന്നു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ കാത്തിരിക്കുമായിരുന്നു പപ്പ. എന്തിനാ? അല്ല, എനിക്കറിയാൻ വരുമെന്ന്. അപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലേ എന്ന് ചോദിച്ചു. നീ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോന്നേ? പ്രശ്നം ഉണ്ടാക്കിയോ? ആര്? ഞാനോ? ഞാനല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കിയത്. പൗലോസിയുണ്ടല്ലേ. അലീന, വെറുതെ നീ എന്തിനാ അടുക്കള ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞാൻ ചോദിച്ചേ. അടുക്കളക്കാര്യങ്ങൾ അവർ നോക്കിക്കോളും. വർഷങ്ങളായിട്ട് പൗലോസ് ഇവിടെ ജോലിക്ക് നിൽക്കുന്നതല്ലേ. ആയിക്കോട്ടെ. അപ്പോഴേക്കും ഒതുക്കുടിച്ചാനും കൂടെ അങ്ങോട്ട് വന്നു. വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന, പക്ഷെ എങ്കിൽ പപ്പയൊക്കെ കാണാതെ പോയി. അതാണ് തെറ്റെന്ന് പറഞ്ഞു. അലീന, ഞാൻ പറഞ്ഞല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, എന്താണ്? ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ ഈ വീട്ടിലുണ്ടെങ്കിലോ ഉറപ്പായിട്ട് ഞാൻ അടുക്കളയിൽ കയറും. ഇതെൻ്റെ വീടാണ്. നിനക്കിവിടെ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അടുക്കള കയറി നീ ഭരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ പപ്പ, ഇത് പപ്പയുടെ വീടാണെങ്കിൽ എനിക്കിവിടെ കയറാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പം ഞാൻ കയറി എല്ലാം ചെയ്യുക തന്നെ ചെയ്യും. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ അധികം വൈകാതെ തന്നെ പൗലോസേനെ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു. എന്താ, നീ അയാളെ ഇവിടുന്ന് പിരിച്ചുവിടുവോ? ഞാൻ അയാളെ ഇവിടെ ജോലിക്കെടുത്തേ. അയാളെ പിരിച്ചുവിടാനുള്ള അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും കുട്ടിച്ചായൻ പറഞ്ഞു, അതെ എന്ന് പറഞ്ഞു. സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് ഞാൻ പിരിച്ചുവിടുമെന്നല്ല പറഞ്ഞേ, പുള്ളിക്കാരൻ തന്നെ ജോലി നിർത്തി പോകുന്ന പറഞ്ഞേ. ഈ സമയത്ത് പൗലോസ് പതുക്കെ പാത്തും പതുമേലൂടെ വരുവാണ്. അവിടെ എന്താ സംസാരിക്കുന്ന കേൾക്കാൻ വേണ്ടി വന്ന് മറഞ്ഞു നിൽക്കുവാണ്. അപ്പോഴേക്കും സ്റ്റാൻലി പറഞ്ഞു, നീ എന്തിനാ അയാൾ ജോലി ചെയ്യുന്ന സമയത്ത് അടുക്കള കയറുന്നേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പൗലോസ് ജോലി ചെയ്തോട്ടെ. അതെ, ഒരു കാര്യം ഞാൻ പറയാം പപ്പ, ഞാൻ എന്തായാലും ന്യായത്തിൻ്റെ ഭാഗത്തോ നിൽക്കുകയുള്ളൂ. വെറുതെ ദൂരത്തടിച്ച് കളയില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അർഹതപ്പെട്ടവരെടുത്തോട്ടെ, അർഹതപ്പെട്ട കൈകളിൽ മാത്രം. അല്ലാതെ വെറുതെ എന്തിനാ ഓരോന്ന് വേസ്റ്റ് ആക്കുന്നേ? അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. ഇത് കേട്ടതും സ്റ്റാൻലി പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നിനക്കിവിടെ തുടരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എനിക്കിവിടെ തുടരാനൊന്നും ഒരു നിർബന്ധമില്ല. നിന്നെ എനിക്ക് പായിക്കേണ്ടി വരും. ആയിക്കോ, പായ്ക്ക് ചെയ്തോ. ഒരു കാര്യം ചെയ്യാം, എന്നെ കൊടുത്തപ്പോഴുള്ള സ്റ്റാൻഡിലേക്ക് വിട്ടാൽ മതി. അല്ലെങ്കിൽ വല്യപ്പച്ചൻ പോകുന്ന സമയത്ത് അവിടെ ഇരുന്ന് ഇറക്കിയാൽ മതി. ഞാൻ അടുത്ത ബസ് പിടിച്ച് പോയിക്കോളാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം സ്റ്റാൻലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സ്റ്റാൻലിക്ക് ഉത്തരം മുട്ടി. അത് കുടിച്ചാനെ ഒന്ന് നോക്കി. അത് കുടിച്ചാനെ നോക്കിയിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും അത് കുടിച്ചാൻ പറഞ്ഞു, അവന് നല്ല ദേഷ്യമുണ്ട്. സാരമില്ല, അവൻ്റെ ദേഷ്യമൊക്കെ പെട്ടെന്ന് മാറിക്കോളും. അതെ, എൻ്റെ ദേഷ്യം അങ്ങനെ പെട്ടെന്ന് മാറാൻ പോകുന്നില്ല വല്യപ്പച്ച. മാറാൻ പോകുന്നില്ലെന്നോ? അതെ, അതും പറഞ്ഞ് അലീന ബെഡിലേക്ക് പോയിരുന്നു. എൻ്റെ ദൈവമേ, ഇത് ഏത് സമയത്തെന്തോ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറി വന്നേ. എനിക്ക് എന്തേത്തിൻ്റെ കേടായിരുന്നു. വല്യപ്പച്ചൻ തലയുറിയുവാണ്. വല്യപ്പച്ചൻ ആകെപ്പാടെ ടെൻഷനായി. ഒരു വശത്ത് അലീന, ഒരു വശത്ത് സ്റ്റാൻലി. ആരോടൊപ്പം നിൽക്കണമെന്ന് അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റാൻലി തോട്ടത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോഴേക്കും അവത് കുടിച്ചാൽ വന്നു. എടാ, നീ ഇതങ്ങോട്ടാ, ഞാനേ എസ്റ്റേറ്റ് തോട്ടത്തിൽ വരുന്ന് പോകാമെന്ന് പറഞ്ഞു. അല്ല, അലീന എന്തിയേ? അവൾ മുറിയിലുണ്ട്. എങ്കിലും അവളെയും കൂടെ വിളിക്കുക. എടാ, അവൾ പിണങ്ങിയിരിക്കുമല്ലേ, പിണക്കം മാറ്റാമെന്ന് പറഞ്ഞു. അവത് കുടിച്ചാൻ ചെന്ന് വിളിച്ചിട്ട് ഇറങ്ങി വന്നു.
അപ്പോൾ സ്റ്റാലിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അലീനയെ കണ്ടില്ല. അവളെന്തിയെ? അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. ഓ, അപ്പം എന്നോട് പിണക്കത്തിലല്ലേ? എന്തെങ്കിലും അപ്പച്ചൻ കയറും. ഓ, ഞാനും വരുന്നില്ല. ആഹാ, അപ്പം രണ്ടുപേരും കൂടെ ഒത്തോണ്ടല്ലേ എന്നെ തോൽപ്പിക്കാനായിട്ട്? എന്നെ വിളിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ഇവിടെ ജീവിക്കാന്ന് കരുതുന്നുണ്ടോ? എടാ, നിന്നെ തോൽപ്പിക്കാൻ പറ്റുന്ന സമയത്ത് ഞാൻ തോൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴ് അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ലെന്ന് അത് കൂടി ഞാൻ പറഞ്ഞു. അത് കേട്ട് ഇനിയിപ്പോൾ സ്റ്റാലിൻ ദേഷ്യത്തോട് കൂടിയിട്ട് വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പം വിനോദ് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വരുവാണ്, അടുക്കളയിലേക്കുള്ള പച്ചക്കറി മീനൊക്കെ. അങ്ങനെ അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും പൗലോസ് ചോദിച്ചു, എടാ ഇത് എന്നാ മീനടാ? കഴിഞ്ഞ ദിവസത്തെ മീൻ തന്നെയാ. ഇത് എത്ര തൂക്കമുണ്ടോ? 300 വരും. കൊള്ളാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുറ്റമൊക്കെ അടിച്ചു തൂത്ത് വരുന്ന പുള്ളിക്കാരത്തി അങ്ങോട്ട് വന്നു. അവർ വന്നിട്ട് എന്തേലും ഹെൽപ്പ് ചെയ്യണം, നീ ആ മീനൊന്നും വെട്ടാൻ പൗലോസ് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിനോദ് പറഞ്ഞു, അയ്യോ പൗലോസിയായിട്ട് ഇപ്പം മീൻ വെട്ടണ്ട, ചിലപ്പോൾ ചെക്കിങ്ങിനായിട്ട് അവൾ വരുമായിരിക്കും, ആ സമയത്ത് വെട്ടിയാൽ പോരെ. അവളുടെ മുന്നിൽ വെച്ച് എങ്കിൽ ശരിയാ, അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പൗലോസ് അടുത്ത പണി തുറന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അലീനയിലൂടെ വരുവാണ്. വിനോദ് പൗലോസിനോട് പറഞ്ഞു, പൗലോസ് ചേട്ടാ ആ മീനെടുത്ത് ചീഞ്ഞു പോകത്തില്ലേ, അതങ്ങോട്ട് വെട്ടാൻ പറഞ്ഞു. ശരിയാ, എങ്കിൽ ഞാനതങ്ങോട്ട് വെട്ടിയേക്കാം. ഓ, ഇനിയിപ്പോൾ വെട്ടണമെങ്കിൽ ആരുടെയൊക്കെ കാല് പിടിക്കണം പോലും, എന്തൊക്കെ കാണണം പോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ട് പോയി മീൻ വെട്ടാനായിട്ട് എടുത്ത് വെക്കുവാണ്. അപ്പോഴേക്കും വിനോദ് പറഞ്ഞു, സൂക്ഷിച്ച് വെട്ടണം കേട്ടോ. അതേടാ, ഞാനൊരു സ്കെയിൽ എടുത്തോണ്ടാ വെട്ടാൻ പോണേ. അലീനെ നോയിക്കൊണ്ടാണ് പറയണേ. അലീനയ്ക്ക് മനസ്സിലായി തന്നെ താഴ്ത്തി കെട്ടി സംസാരിക്കുന്നതാണ്. പക്ഷെ അലീനെ കൈയും കെട്ടി അത് നോക്കി നിൽക്കുകയാണ്. അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.